ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമുക്കിന്ന് ചെയ്യാനുള്ളത് NTPCയുടെ സോൺ അനാലിസിസ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ ഒരു സോൺ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെയാണ്. നിങ്ങൾക്കറിയാം അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുക. കാരണം കുറച്ച് വാക്കൻസീസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അത് അത്രയും സൂക്ഷിച്ചും കണ്ടും വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം കാര്യങ്ങളുടെ ആ ഒരു കിടപ്പ് വശമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വന്നിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 3445 എന്ന് പറയുന്ന ഒരു വാക്കൻസിയിലാണ് വന്നത് അല്ലേ. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് പൊതുവെ കുറച്ച് കുറഞ്ഞാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള 4 പോസ്റ്റാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പം 4 പോസ്റ്റാണ് വിളിച്ചിട്ടുള്ളത്. അതിൽ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്, ഇങ്ങനെയാണ് ക്ലറിക്കൽ ആൻഡ് ടൈപ്പിസ്റ്റ് പോസ്റ്റാണ് ഏതിൽ വന്നിരിക്കുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്രാജുവേറ്റ് പോസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് എലമെൻറ്റ്സ് ഉള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെയല്ല നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഓക്കെ ആയി പോകുന്ന, അതായത് നമുക്ക് മാക്സിമം നമുക്ക് എന്താണ് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സേഫ്റ്റി ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഈ വന്നിരിക്കുന്ന 4 എണ്ണം എന്ന് പറയുന്നത്. പക്ഷെ അതിലെവിടെ എന്തുണ്ട്, ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ് 2 എണ്ണം വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ കോമൺലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നിരിക്കുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് നമുക്ക് അത്യാവശ്യം വാക്കൻസീസ് ഇത്തവണ വിളിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് അതിലായിരിക്കും. കാരണം വാക്കൻസി എത്രയോ ഉള്ളത് അതിനകത്താണ്. പിന്നെ നമുക്ക് എന്താണ് സോണും എല്ലാം കൂടെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. ഇപ്പോൾ ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ കാറ്റഗറി എടുത്താലും ഈ 4 പോസ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ആ വലിയ റിസ്ക് എലമെൻറ്റ്സ് ഇല്ല. ടൈപ്പിസ്റ്റ് ആണെങ്കിൽ നമുക്ക് സ്കില്ലിൻ്റെ ആവശ്യമുണ്ട്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറഞ്ഞാലും നമുക്ക് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി തന്നെയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ട്രാവൽ, ഇത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ അവരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ നമ്മൾ കൊമേഴ്ഷ്യൽ തന്നെ ഇതുണ്ട്, നമുക്ക് സൂപ്പർവൈസിങ്ങും ഉണ്ട്, ഇതിൻ്റെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ TTE പോസ്റ്റുകളാണ്. ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റിൻ്റെ സൂപ്പർവൈസിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത് മാത്രം എന്താണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫീമെയിൽസിനായാലും മെയിൽസിനായാലും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടെ വിശദമായിട്ട് നോക്കാം. അപ്പം നിങ്ങൾ അഥവാ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 പോസ്റ്റിംഗ് ആണ് വരുന്നത്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ആണ് കൂടുതൽ വാക്കൻസി വരുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെയായിരിക്കും ആ കൂടുതൽ വാക്കൻസി ഉള്ളത് തന്നെയായിരിക്കും ബാക്കി എല്ലാവരും സ്വാഭാവികമായിട്ട് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ട്രെയിൻസ് ക്ലർക്കും അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കൊടുക്കുന്നതിലും തെറ്റില്ല എന്ന് കൂടെ മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ ജോലി നിങ്ങൾക്കറിയാം, ടൈംസ് ക്ലർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രാവലിങ്ങിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു സ്റ്റേഷനിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം എന്താണ്, ഒരു സ്റ്റേഷൻ വർക്ക് ചെയ്യാണ്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് മാത്രമാണ് ട്രാവലിംഗ് അലവൻസ് കയറി വരുന്നത്. ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇഷ്യൂയിങ് ദ റിസർവ്ഡ് ആൻഡ് അൺറിസർവ്ഡ് ടിക്കറ്റ്സിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാവലിംഗ് അലവൻസ്, അതായത് ട്രാവലിംഗ് ഇൻചാർജും കൂടെ കാണും. TTE ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ ട്രാവലിങ്ങിൻ്റെ കാര്യം കൂടെ നോക്കേണ്ടി വരും. ബാക്കി 3 പോസ്റ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ സെൻറ്റർ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേഷൻ്റെ അകത്തുള്ള ഈ ഒരു ക്ലറിക്കൽ വർക്ക്സ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രെയിൻസിൻ്റെ എണ്ണങ്ങൾ, നമ്പർ ഓഫ് കോച്ചസ്, ട്രെയിൻ ക്ലർക്കാണ് കേട്ടോ. ടൈംസ് ക്ലർക്ക് അല്ല, ട്രെയിൻസ് ക്ലർക്കാണ്. അപ്പോൾ ട്രെയിൻസ് ക്ലർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ജനറൽ റെക്കോർഡുണ്ട്, എത്ര ട്രെയിൻസ് ആ ഒരു സ്ഥലത്ത് അപ്പോഴേ ഉണ്ട്, ഒരു സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്, ഏതൊക്കെ ആ ഒരു സ്റ്റോക്കിൻ്റെ നമ്പറൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ എണ്ണമൊക്കെ എടുത്തിട്ട് അവർക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഒരു സ്റ്റേഷനിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യമാണ്. 8 മണിക്കൂർ വർക്ക് തന്നെയാണ് വരുന്നത്. ഷിഫ്റ്റുകൾ കാണും. അങ്ങനെയൊക്കെ അത്യാവശ്യം നമുക്ക് ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് തന്നെയാണ് കേട്ടോ. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് മാത്രമേ നമുക്ക് ട്രെയിനുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ലിങ്കിങ് വരുന്നുള്ളൂ. പിന്നെ എന്താണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റും എന്ന് പറഞ്ഞാൽ ഫിനാൻസിൻ്റെ കീഴിൽ വരുന്ന അക്കൗണ്ടൻസ് സെക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. അതിലെന്താണ് ഇവരുടെയൊക്കെ ഹയർ ഒഫീഷ്യൽസിൻ്റെയൊക്കെ ഡേറ്റ എൻട്രി വർക്ക്സും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഫയൽസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ
ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് തന്നെയാണ് ഈ രണ്ട് സംഭവത്തിനകത്തും വരുന്നത്. അക്കൗണ്ട് ക്ലറിക് കം ടൈപ്പിസ്റ്റ് കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് പോർഷൻ ആണ്. ജൂനിയർ ക്ലറിക് ആണെങ്കിൽ കുറച്ച് ജൂനിയർ പോർഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തായാലും 4 പോസ്റ്റിനും അതിൻ്റെതായ ഒരു ഗുഡൻസ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഇതിൽ പിന്നെ എന്താണ് ഡീറ്റെയിൽഡ് വാക്കൻസി പറയുമ്പോൾ നിങ്ങൾക്ക് പേ സ്കെയിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു ജോബുകളുടെ പ്രത്യേകത മനസ്സിലാവും. ഇവിടെ കണ്ടോ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഇതെന്ന് പറഞ്ഞാലാണ് TTE ആയിട്ട് പോകുന്ന ഒരു ജോബാണ്. അതാകുമ്പോൾ ടിക്കറ്റ് സൂപ്പർവൈസർ പോലെയുള്ള പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പേ സ്കെയിൽ 3 ആണ്. അതാണ് സ്റ്റാർട്ടിംഗ് സാലറി 21,000 പ്ലസ് പറയുന്നത്. ഈ 21,000 ബേസിക്ക് പറയുന്നെങ്കിലും ഈ XYZ സിറ്റീസ് ഉണ്ട്. നമ്മൾ ഏത് സിറ്റീസിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇൻക്രിമെൻറ്റ്സ് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രീതിയിലുള്ള സാലറി നമുക്ക് ഇപ്പോൾ ഒരു ബേസ് പേ തന്നെ ഒരു 35,000 ഒക്കെ അവിടെ കിട്ടാറുണ്ട്. 31,000 മുകളിൽ തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ചാർജും കൂടെ വരും. നിങ്ങൾ എത്ര ട്രാവലിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ട്രെയിനിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എന്ന് പറയാൻ കാരണം ചിലപ്പോൾ 2 ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ട്രെയിനിൽ തന്നെ പോകേണ്ടി വരുന്ന അങ്ങനത്തെയൊക്കെ ആവശ്യങ്ങൾ കാരണം ഒരു 2 days കണ്ടിന്യൂസ് വർക്കൊക്കെ അങ്ങനെയൊക്കെ കാണും. ഡേ ആൻഡ് നൈറ്റ് മൊത്തത്തിൽ കാണും. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ പേ സ്കെയിലും കൂടുതലാണ്. നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുന്ന വൈ സിറ്റിയാണ്. അപ്പോൾ വൈ സിറ്റിക്ക് ഇത്ര പേയ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പറയുന്ന കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നൊക്കെ പറയുന്നത് എക്സ് സിറ്റിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇത്ര പോപ്പുലേഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്തുണ്ട് ട്രാവലിംഗ് ചാർജ് കൂടി വരും. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് എന്ത് വരും നിങ്ങൾക്ക് സാലറിയുടെ കാര്യത്തിൽ കുറച്ച് നേട്ടങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്ലറിക് കം ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലറിക് കം ടൈപ്പിസ്റ്റും ട്രെയിൻസ് ക്ലർക്കും ഇവർക്ക് എന്താണ് പേ സ്കെയിൽ 2 ആണ്. 19,000 ആണ് ഇവിടെ കൊടുത്തിരിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം 25,000 മുകളിൽ സാലറി ആയിരിക്കും. 25,000 അല്ല ശരിക്കും പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് പറഞ്ഞാൽ ഒരു 35,000 വരെ ഈ 3 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും സാലറി കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്നും ആലോചിച്ച് സാലറിയുടെ കാര്യം ഇവിടെ ടെൻഷൻ അടിക്കേ വേണ്ട. നമുക്കിവിടെ നോക്കാനുള്ള ശരിക്കും പറഞ്ഞാൽ വാക്കൻസിയുടെ കാര്യമാണ്. കാരണം വാക്കൻസി കുറച്ച് നമ്മൾ എന്ത് ചെയ്തു കുഴപ്പിക്കുക തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. +2 ലെവൽ അതായത് +2 സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ. കാരണം NTPC എന്തായാലും അടുത്ത വർഷത്തേക്ക് വിളിക്കുകയുള്ളൂ. ഇപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് നിങ്ങൾ റിസൾട്ടിന് കാത്തിരിക്കണം. നിങ്ങൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഇപ്പോൾ +2 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ നമുക്ക് റിസൾട്ട് കാണിച്ചാൽ മതി. നിങ്ങൾക്ക് ആ ഒരു ഊഹം വേണം നിങ്ങൾ എത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ റിസൾട്ട് എത്ര ആയിരിക്കും എന്നുള്ളൊരു ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് റിസൾട്ട് വന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളാം പറയുന്നത്. അപ്പോൾ റിസൾട്ടിൻ്റെയും കൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 18 to 33 ഇയേഴ്സ് ആയിരുന്നു അല്ലേ. 18 to 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ നമുക്കറിയാം SC STയുടെ ഒക്കെ കാറ്റഗറൈസേഷൻ വരുമ്പോൾ വീണ്ടും അതെന്ത് കിട്ടും റിലാക്സേഷൻ കൂടും. ഇത് കോവിഡിൻ്റെ റിലാക്സേഷൻ കാരണമാണ് 33 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 33+5 ആയിരിക്കും SC STക്ക്, 33+3 ആയിരിക്കും OBCക്ക്. പിന്നെ നമ്മുടെ വിഡോ ഡൈവോഴ്സ്ഡ് വിമണിനൊക്കെ 35 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ജനറൽ കാറ്റഗറി ആണെങ്കിൽ. ആ ഒരു രീതിക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഡിസബിലിറ്റി കാറ്റഗറിക്ക് ആണെങ്കിൽ 10 വർഷം അഡീഷണൽ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിനാണെങ്കിൽ നമുക്ക് ഭയങ്കര മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും B2, C2, C2, A3 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. നമുക്ക് ഫിസിക്കലി നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. പൊതുവേ നമ്മൾ ഗ്രാജുവേറ്റ് പോസ്റ്റൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് നല്ല മെഡിക്കൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ ഈ A2, A1 കാറ്റഗറിനേക്കാളും ഏറ്റവും ഈസിയാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ. നമുക്ക് വിഷ്വലിൻ്റെ നമുക്ക് അറിയാമല്ലോ വിഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തിയാണ് ഏറ്റവും കൂടുതൽ അവർ എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റും വിഷൻ അക്യൂറ്റി ടെസ്റ്റും ഭയങ്കരമായിട്ടും സീരിയസ് ആയിട്ടാണ് അവർ നോക്കുന്നത്. പിന്നെ മൂക്കിൻ്റെ ബെൻഡ്, ചെവിയുടെ കാര്യങ്ങൾ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോഡി ഫുൾ അവർ ചെക്ക് ചെയ്ത് നോക്കും. ബ്ലഡ് പ്രഷർ, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് നോക്കും, എക്സ്റേ ടെസ്റ്റ് എടുത്ത് നോക്കും. അങ്ങനെ പല രീതിക്ക് അവരെല്ലാ രീതിക്കുമുള്ള ടെസ്റ്റ് നടത്തും. പിന്നെ ഇവിടെ ഒരു ഇളവ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിഷൻ്റെ കാര്യത്തിൽ മാത്രം ഇളവ് വരും. ബാക്കി ഫുൾ ബോഡി ചെക്കപ്പിനൊന്നും ഒരു ഇളവും അവർ കാണിക്കത്തില്ല. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് മെഡിക്കൽ ഇത്ര സ്ട്രിക്റ്റ് ആക്കുന്ന, റെയിൽവേ ജോലി തന്നെയല്ലോ, വലിയ ആർമി ജോലിയൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മെയിൻ കാരണം. ഇപ്പം വേക്കൻസീസ് വന്നിരിക്കുന്നത് നമുക്ക് 3445 പേരാണ്. 45 നമുക്ക് വാക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് എത്ര ആൾക്കാരുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കണക്ക് എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 35 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്യും.
അത് ഉറപ്പാണ്. ഈ ഒരു ഇത്രയും വാക്കൻസിക്ക് വേണ്ടി 35 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്ത ഇവരെയൊക്കെ എല്ലാവരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെ ടയർ 1ഉം ടയർ 2ഉം ഒരുപാട് പേര് പാസ്സാവും. പഠിക്കുന്ന സിലബസിന് ബേസിലാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും പാസ്സായി പോകും. പിന്നെ ഇവർക്ക് എവിടെ മാത്രമേ ഇവർക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റൂ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പാസ്സായി വരുമ്പോൾ എവിടെ മാത്രമേ അവർക്ക് റിജക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? ഒന്നെന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ടെസ്റ്റ്. നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് കറക്റ്റാಗಿ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പോൾ പോകും. നമ്മുടെ അന്നത്തെ ആ ഒരു ടൈം പോലെ ഇരിക്കും. നമുക്ക് പെട്ടെന്ന് അടിക്കുമ്പോൾ തെറ്റ് പറ്റിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് റിജക്ഷൻ നടക്കും. അത് കഴിഞ്ഞ് വരുന്നതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ 3/4 പേരും എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്കറിയാത്ത പല അസുഖങ്ങൾ പോലും അവരെന്ത് ചെയ്യും? കണ്ടുപിടിക്കും എന്നുള്ളവരാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതും കണ്ടുപിടിച്ച് അവർ നമ്മളെ എലിമിനേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നമ്മൾ OBC NCL ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ആ 1 വർഷത്തിൻ്റെ ഗ്യാപ്പ് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയാൻ കാരണം തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മതി നമ്മളെ ഒന്ന് എലിമിനേറ്റ് ചെയ്ത് വിടാം. അപ്പോൾ അതുകൊണ്ട് OBC NCL സർട്ടിഫിക്കറ്റ്, SC ST കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് കൃത്യമായിട്ട് കാണിച്ചില്ല നമ്മുടെ ഏത് ക്വാളിഫിക്കേഷൻ, +2 ആണെങ്കിൽ +2ൻ്റെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് റിജക്ഷനാണ്. അവർ പിന്നെ മുന്നും നോക്കേണ്ട ആവശ്യം പോലും അവർക്ക് വരുന്നില്ല. അങ്ങനെ കുറേ കണ്ടീഷനിങ് ഉണ്ട് അതിന്. അപ്പോൾ ഈ OBC NCL സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ പോയി നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക. അവർ കുറച്ച് നമ്മളായിട്ട് നടത്തിക്കും, അതുള്ള കാര്യമാണ്. അവർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തോ നമ്മുടെ അടുത്ത് മുൻവൈരാഗം പോലെയാണ് അവർ നമ്മുടെ അടുത്ത് പെരുമാറുന്നതൊക്കെ. പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമുക്ക് ഇറങ്ങിക്കയറി നടന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ എത്രയോ ദിവസങ്ങൾ ഓടിയാൽ മാത്രമേ നമുക്ക് അവരെന്ത് ചെയ്യത്തുള്ളൂ? തഹസിൽദാറിൻ്റെ അടുത്ത് അത് അയക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മനസ്സിലാക്കുക, റെയിൽവേക്ക് സെപ്പറേറ്റ് ഫോർമാറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. റെയിൽവേയുടെ സൈറ്റിൽ തന്നെ നമുക്ക് OBC സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് തരും. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഇത് തന്നെ എടുക്കാൻ നോക്കുക. കാരണം SSCക്ക് സെപ്പറേറ്റ് ആണ്. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താലും മതി. പക്ഷേ റെയിൽവേക്ക് നമുക്ക് മാക്സിമം ഓഫ്ലൈൻ സർട്ടിഫിക്കറ്റ് ആണ് എടുക്കാനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ ചെന്ന് തിരക്കുക കേട്ടോ. കാരണം അവിടെ ഉള്ളവർക്കേ കൃത്യമായിട്ട് അതിനെക്കുറിച്ചിട്ട് അറിയാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും വാക്കൻസി വരുമ്പോൾ അവർക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് വെറുതെ ആയി പോവാതെ തന്നെ കൃത്യമായിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എന്താണ്? ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. A2 A3 C2 C2 B2 ഒക്കെ എന്ത് ചെയ്യാം? കണ്ണാടി വെക്കുന്നവർക്കും എന്ത് ചെയ്യാം? വിഷൻ അക്യൂറ്റി ടെസ്റ്റ് പാസ്സാവാം. 2Dയിൽ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്ലാസിൻ്റെ പവർ പോകരുതെന്ന് മാത്രം ഒരു കണ്ടീഷൻ മാത്രമേ അവർ എടുത്ത് പറയുന്നുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 6/9 6/12 അത്രയും വിഷനൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഗ്രാജുവേറ്റ്. നമ്മൾ പറയുമല്ലോ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ്, ഇത്ര സാലറിയേ ഉള്ളൂ, ഇതിലൊക്കെ കയറിയിട്ട് വല്ലതും ആവോ? എന്തുകൊണ്ടാണ് ഇത്രയും 3000 വാക്കൻസി ആയിട്ട് പോലും 35 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത്? SSCയുടെ ഒരു എക്സാം അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ റെയിൽവേയുടെ ഒരു എക്സാം ആയതുകൊണ്ടാണോ? ഒരിക്കലും അല്ല. ഇതിൻ്റെയൊക്കെ നേട്ടങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പ്രൊമോഷനിലേക്ക് മാറുകയാണ്. ജൂനിയർ ക്ലറിക് കം ടൈപ്പിസ്റ്റ് ആയിട്ട് കയറുന്ന ഒരാൾ, അതായത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് എവിടം വരെ എത്താൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ വരെ എത്താം. സ്റ്റേഷൻ മാസ്റ്റർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. അതിൻ്റെ താഴെ നിൽക്കുന്ന അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ വരെ നിങ്ങളുടെ ലൈഫ് ടൈം എടുക്കും. ഒരു ഉറപ്പായിട്ടും ടൈമുണ്ട്. ആ ഒരു ടൈം ഇൻ്റർവെല്ലിംഗ് ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലെങ്കിലും കയറിയാൽ എവിടെ എത്തും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്നത്തേക്ക് ആ ഒരു കരുതലോടെ തന്നെ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. അക്കൗണ്ട് ക്ലറിക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ എന്തുവരെ എത്തും? ഗുഡ്സ് ഗാർഡ് വരെ എത്താൻ പറ്റും. ഗുഡ്സ് ഗാർഡൊക്കെ നല്ല പൊസിഷനിങ് ആണ്. ട്രെയിനിൻ്റെയൊക്കെ ഓവറോൾ കൺട്രോളാണ്. നല്ലൊരു ജോലിയാണ് ആണുങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ. ഇനി അടുത്ത് ജൂനിയർ ടൈപ്പ് കീപ്പർ. ഇതിപ്പോൾ എന്താ ഇല്ല, ഇപ്പം ഈ ഒരു ജോബിനെ കുറിച്ച് പറയുന്നില്ല. ഈ ഒരു ജോബ് വാക്കൻസി വന്നിട്ടില്ല. ഇനി അടുത്ത ട്രെയിൻ ക്ലർക്ക് ആണെങ്കിൽ എന്താണ്? സീനിയർ ട്രെയിൻ ക്ലർക്ക്, ചീഫ് ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ട്രെയിനിൻ്റെയൊക്കെ സ്റ്റോക്കുകൾ, എത്ര ട്രെയിനാണ് ആ ട്രാക്കിൽ അപ്പം കിടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു കണക്കെടുപ്പൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ക്ലർക്ക് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ട്രെയിനിൻ്റെ ഗുഡ്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഇനി അടുത്ത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്തുവരെ എത്തും നോക്കിയേ? ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ വരെ എത്തും. സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആവും, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആവും, അവസാനം ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ വരെ ആ പൊസിഷൻ എത്തും എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആയാലും നിങ്ങൾ ആ വാശിയോടെ തന്നെ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ എന്താണ് NTPC-യിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ബാക്കി രണ്ട് വന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ വന്ന പോസ്റ്റിൽ ടൈപ്പിസ്റ്റ് അറിയേണ്ട പോസ്റ്റുകൾ ടൈപ്പിസ്റ്റ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളാണ്. ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും സ്കിൽ ടെസ്റ്റ് ഉള്ളതായിട്ട് കാണിക്കും. പക്ഷേ ആകെ നമുക്ക് എന്താണ് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിൽ മാത്രം ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റും അക്കൗണ്ട് ക്ലറിക്കം ടൈപ്പിസ്റ്റിൽ മാത്രമാണ് ടൈപ്പിസ്റ്റിൻ്റെ സ്കില്ല് അവരെടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കൊക്കെ ആരാ വയ്ക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഇത്രയും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലേ, ആ തന്നിരിക്കുന്ന അത്രയും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുൻതൂക്കം നിങ്ങൾ കൊടുക്കേണ്ടത് ടൈപ്പിസ്റ്റ് അറിയാമെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ടൈപ്പിസ്റ്റിന് കൊടുക്കുക. വാക്കൻസി നോക്കണം. നമുക്ക് വാക്കൻസി നോക്കുമ്പോൾ ഇപ്പോൾ ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റ് അത്യാവശ്യം 990 വാക്കൻസി ഉണ്ട്. ടൈപ്പിസ്റ്റ് അറിയുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അതെന്ത് ചെയ്യുക, പ്രിഫറൻസ് ആയിട്ട് വെക്കുക. ഇതേസമയം ടൈപ്പിംഗ് തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് കൊടുക്കാം. ഈ 4 പോസ്റ്റുകളും ഫീമെയിൽസ് എന്ത് ചെയ്യുക, ഈ ഫീമെയിൽസ് ഇത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഒരുപോലെ ഒരു എന്താണ് കൊടുക്കുക, പ്രയോറിറ്റി കൊടുത്താലും നല്ലതായിരിക്കും. കാരണം ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അഥവാ കിട്ടുന്നത്, അതായത് ഇപ്പം നോർത്ത് ഇന്ത്യ ആ ഒരു റീജിയനിലാണ് നിങ്ങൾ വച്ച് എന്തെങ്കിലും ആയി പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, അവിടെ നിന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ട്രെയിനുമായിട്ട് നമ്മൾ ഇതായിട്ട് പോകുന്നത് ഫീമെയിൽസിന് അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് ജോലി ചെയ്യുന്നവരുണ്ട്, പക്ഷെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ നോർത്ത് ഇന്ത്യയിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും സോൺ അനാലിസിസ് നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും അത് തന്നെയാണ്. സൗത്ത് ഇന്ത്യ തന്നെയാണ് നിങ്ങൾ പ്രിഫറൻസ് വയ്ക്കണം. അപ്പോൾ ഈ പോസ്റ്റ് പ്രിഫറൻസിൽ ഈ 4 സാധനങ്ങൾ നിങ്ങൾക്ക് വയ്ക്കാം. 4 സാധനം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് മാത്രം നിങ്ങൾ ആദ്യം കൊടുക്കുക. ടൈപ്പിസ്റ്റ് അറിയില്ലെങ്കിൽ അത് ലാസ്റ്റായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ CBT 2 ടൈമിൽ നിങ്ങൾ ടൈപ്പിങ്ങും കൂടെ കൊണ്ടുപോകുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CBT 1 പാസ്സായി കഴിഞ്ഞാൽ ടൈപ്പിംഗ് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ടൈപ്പിങ്ങിൻ്റെ ആ ഒരു സെക്ഷനിങ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ടൈപ്പിംഗ് ക്വാളിഫൈ ആവാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കണ്ടോ NTPCയുടെ ടൈപ്പിംഗ് സ്കിൽ ഇതാണ്. നിങ്ങൾക്ക് 25 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യണം. ഹിന്ദിയിലാണെങ്കിൽ 25 വേർഡ്സ് പെർ മിനിറ്റ്. ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര 30 വേർഡ്സ് പെർ മിനിറ്റും ടൈപ്പ് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ കേട്ടോ. നമുക്ക് ഇംഗ്ലീഷ് ആയിരിക്കും ചോദിക്കുന്നത്, ഹിന്ദി ചോദിക്കുന്നത് നോർത്ത് ഇന്ത്യൻസിനായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായാൽ മതി നമ്മൾ. ഓക്കെ, ഇംഗ്ലീഷ് ആണെന്ന് നമ്മൾ നോക്കണമെങ്കിൽ 1 മിനിറ്റിൽ എത്ര വേർഡ്സ്, 30 വേർഡ്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ എന്താണ്, 5% മിസ്റ്റേക്ക് ഉണ്ടാക്കാം. നമ്മൾ ടൈപ്പ് ചെയ്യണതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ പറ്റും. അതിൽ 5% വരെ മിസ്റ്റേക്സ് അക്സെപ്റ്റഡ് ആണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എലിമിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ആ ടൈപ്പിംഗ് കൃത്യമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് നിമിഷം നമ്മളിപ്പോൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന അതേ സ്പീഡ് ആയിരിക്കത്തില്ല. നമുക്കൊരു ലാപ്പിലൊക്കെ അവർ തരുന്ന ലാപ്പിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ച് നിങ്ങളുടെ സ്കില്ലായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഭയങ്കര ടാസ്ക് അല്ല, എന്നാലും അത് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക, CBT 1 പാസ്സായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ടൈപ്പിങ്ങും കൂടെ മുന്നേ കൊണ്ടു കൊടുക്കാൻ നോക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് വാക്കൻസിയാണ്. ഇനിയാണ് നമുക്ക് സോണിൻ്റെ ഒരു അനാലിസിസ് ചെയ്യേണ്ടത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് വാക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വാക്കൻസി കുറവാണ്, അത് ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇത്തവണ വാക്കൻസി കുറവായിട്ടുള്ളത്. ഇനിയും അടുത്ത വർഷം എഴുതിയാൽ ഇതിപ്പോൾ 4 വർഷത്തിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ 5 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം വിളിച്ചിട്ട് പോലും നമുക്ക് ഇത്ര വാക്കൻസിയെ വന്നിട്ടുള്ളൂ. നമുക്കറിയത്തില്ല ഇനി അടുത്ത വർഷം വിളിക്കുമെന്ന് അറിയില്ല. ഇനി 4-5 വർഷം കഴിഞ്ഞാൽ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രയും വാക്കൻസി ലിസ്റ്റിംഗ് നമ്മൾ നോക്കുമ്പം നമ്മൾ തന്നെ ഞെട്ടുന്ന രീതിയിലാണ് അവർ വാക്കൻസി വിളിച്ചിരിക്കുന്നത്. ഒരു വാക്കൻസിയെ എന്തായിട്ട് നമുക്ക് ഒരു രീതിയിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ വാക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് പോലെ നമുക്ക് നോക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവല് URE SC ST OBC EWS എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ തന്നെയാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കാറ്റഗറി ഒന്ന് അറിയണം, പിന്നെ എവിടെയാണ് ഏറ്റവും കൂടുതൽ വാക്കൻസി എന്നറിയണം. ഓക്കെ, എവിടെയാണ് ഏറ്റവും കൂടുതൽ വാക്കൻസി എന്നറിയണം, അതുപോലെ നമ്മുടെ കാറ്റഗറി ഏതാണെന്ന് അറിയണം. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാക്കൻസീസ് വന്നിട്ടുള്ള RRB സോൺ എന്ന് പറയുന്നത് മുംബൈ ആണ്. ഓക്കെ,
നമുക്ക് ഏറ്റവും കൂടുതൽ വാക്കൻസി വന്നിരിക്കുന്നത് RRB സോൺ ഇതേ കാണുന്നുണ്ടോ, 699 എന്ന് പറയുന്ന ഈ സോണാണ്. 699 എന്ന് പറയുന്നത് ഏത് സോണാണ്? നമ്മുടെ RRB മുംബൈ ആണ്. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, നോർത്തിൽ കൊണ്ടുവയ്ക്കരുത്, നമുക്ക് സൗത്ത് എന്ന് പറയുന്നതാണ് സേഫ് സോൺ എന്ന് പറയുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് ഗ്രാജുവേറ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആയാലും നമുക്ക് ഏറ്റവും സേഫ്, ഗ്രാജുവേറ്റ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ സേഫ് സോൺ എന്ന് പറയുന്നത് സദേൺ ആണ്. സദേൺ റീജിയനിൽ തന്നെ മാക്സിമം വെക്കാനായിട്ട് നോക്കുക. സൗത്ത് ഇന്ത്യ നോക്കി വെക്കാൻ ശ്രമിക്കുക. ആ മുംബൈയുടെ താഴോട്ടുള്ള ഭാഗം മൊത്തമാണ് നമ്മൾ സേഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മുംബൈയും വയ്ക്കുന്ന ഒരുപാട്. മുംബൈയിൽ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും. നമ്മുടെ ഫുഡായാലും കുഴപ്പമില്ലാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. ചപ്പാത്തിയെങ്കിലും ജീവിച്ച് നമുക്ക് കഴിച്ചെങ്കിലും ജീവിക്കാം. ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും സേഫ്റ്റി, അത്രയും നമുക്കൊരു കംഫർട്ട് ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ട്രാൻസ്ഫർ കിട്ടി വരാമെന്ന് പറയുന്ന കാര്യവും പോസിബിൾ അല്ല. 5 വർഷമൊക്കെ എടുത്തിട്ട് മാത്രമേ നമുക്കൊരു ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഫാമിലിക്ക് അതിൻ്റേതായ ഒരു ഇത് ഉണ്ടാവും. ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം കംപ്ലീറ്റ്ലി നമ്മൾ റെയിൽവേ എന്ന് പറയുന്ന ഒരു രീതിയിൽ തന്നെ നിന്ന് പോവേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഇതെല്ലാം എന്താണ്, ഭയങ്കരമായിട്ടും കുറച്ചൊന്ന് വർക്കുള്ള സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ക്ലറിക്കൽ വർക്ക്സ് ആയതുകൊണ്ട് ഇത് 8 മണിക്കൂർ ജോലി എന്നാണ് പറയുന്നത്. പിന്നെ അത് നമുക്ക് എങ്ങനെയാണോ, ഏത് സെൻറ്ററാണോ അല്ലെങ്കിൽ ഏത് RRB സോണാണോ നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇരിക്കും. നമുക്ക് അറിഞ്ഞ് പഠിച്ച് എന്താണ് നമുക്ക് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഷനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സീനിയേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഏത് സോൺ വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. പക്ഷെ നമുക്ക് വന്നിട്ടുള്ളത് RRB. നമ്മൾ നോർമലി എവിടെയൊക്കെയാണ് നോക്കുന്നത് ശരിക്കും നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രലാണ് നമ്മൾ സദേൺ റീജിയനിൽ നോക്കുക. ട്രിവാൻഡ്രം നോക്കും. പിന്നെ നമുക്ക് നിൽക്കുന്നത് സെക്കന്ദരാബാദാണ്. നമ്മുടെ അടുത്ത് പിന്നെ നിൽക്കുന്നത് സെക്കന്ദരാബാദാണ്. പിന്നെ നമുക്ക് നിൽക്കുന്നത് ഏതാണ്, പിന്നെ നിൽക്കുന്നത് ചെന്നൈ ഉണ്ട്. അത് അടുത്ത പേജാണ്. എന്തായാലും നമ്മളിപ്പോൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മൾ നോർമലി നോക്കുന്നത്. RRB മുംബൈ, സെക്കന്ദരാബാദ്, തിരുവനന്തപുരം, ഇതൊക്കെ നമുക്ക് പോയി നിൽക്കാം. ഇവിടെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ പ്രയാഗ്രാജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഈ ഉത്തർപ്രദേശ് അല്ലേ, അലഹബാദ് ഉത്തർപ്രദേശാണ്. അത് കഴിഞ്ഞ് മുംബൈ, ഓക്കെ, മുംബൈ ഭാഗമാണ്. കൊൽക്കത്ത എന്ന് പറയുന്നത് നമുക്കറിയാം ഈസ്റ്റേൺ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വാക്കൻസി ലിസ്റ്റിംഗ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന മുംബൈയും രണ്ടാമത് വന്നിരിക്കുന്നത് കൊൽക്കത്തയുമാണ്. 452 വാക്കൻസി ടോട്ടൽ ആ ഒരു സംസ്ഥാനത്തേക്ക് വിളിച്ചിരിക്കുന്ന RRBയുടെ വാക്കൻസി. അപ്പം നമുക്കറിയാം നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ എന്ന് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ എല്ലാ പേരും എക്സാം എഴുതും. അവർക്ക് റെയിൽവേ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിന്. നമുക്കും ഇഷ്ടമാണ്. എന്നാലും അവരെന്താണ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അത്രയും കാര്യങ്ങൾ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി എവിടെ കൊടുക്കത്തുള്ളൂ, മുംബൈയെ കൊടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യത്തില്ല, അവർ നോർത്ത് ഇന്ത്യൻസ് അറിയാമല്ലോ അത്രയും ഭാഗമുണ്ട്, അവർക്ക് അടുത്ത് നിൽക്കുന്നത് മുംബൈയാണ്. അപ്പം നമുക്ക് ഒരു സേഫ് സോൺ പോലെ നമ്മൾ പറയുന്നത് മുംബൈയാണ്. പക്ഷേ ഇപ്പം നമ്മൾ മുംബൈ വച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് അവിടെ വളരെ കുറവാണ്. നമുക്ക് ഇത്രയും വാക്കൻസി ഉണ്ട്, ശരി തന്നെയാണ്, 699 വാക്കൻസി ഉണ്ട്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്നത് മുംബൈയാണ്. അപ്പോൾ മുംബൈ ഇത്രയും ടോപ്പ് മോസ്റ്റ് നിൽക്കുമ്പോൾ അവിടെ പഠിക്കുന്ന എല്ലാ പേരും എവിടെ തന്നെ കൊണ്ടുവയ്ക്കും, മുംബൈയിൽ തന്നെ ആയിരിക്കും വെക്കുന്നത്. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇത്ര മാർക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടുമെങ്കിൽ വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് വാക്കൻസി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ്. അത് മാത്രമല്ല, നമ്മുടെ UR കാറ്റഗറി, ജനറൽ കാറ്റഗറി എടുത്ത് നോക്കണമെങ്കിൽ പോലും 290 വാക്കൻസി ഉള്ളത് എവിടെയാണ്, നമ്മുടെ മുംബൈയിലാണ്. ഓക്കെ, മുംബൈയിലാണ് 290 വാക്കൻസി ഉള്ളത്. OBCക്ക് 182 വാക്കൻസി അവിടെ ഉണ്ട്. അപ്പം നമ്മൾ റിസ്ക് എടുത്ത് നമുക്ക് ഇത്ര മാർക്ക് കിട്ടും, 100ൽ 80ന് മേളിൽ വാങ്ങിക്കുമെന്ന് നിങ്ങൾ 80ന് മേളിലല്ല, മുംബൈയിലായതുകൊണ്ട് കട്ട് ഓഫ് കൂടുതലായിരിക്കും. കാരണം എല്ലാവരും അവിടെ തന്നെ കൊണ്ടുവയ്ക്കും. അപ്പം ഏകദേശം ഒരു 90 റേഞ്ചിൽ നിങ്ങൾ മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മുംബൈ വയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചാൻസേ ഉള്ളൂ, RRB ഒരു സോണിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മുംബൈ വയ്ക്കണമെങ്കിൽ ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർത്ത് ഇന്ത്യയിലെ എല്ലാവരും ഇവിടെ തന്നെ വെക്കും മുംബൈ, കാരണം അതാണ് ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ടോപ്പിൽ നിൽക്കുന്നത്. രണ്ടാമത് നിൽക്കുന്നത് കൊൽക്കത്തയും, രണ്ടാമത് നിൽക്കുന്ന കൊൽക്കത്തയും. അപ്പം മുംബൈയും കൊൽക്കത്തയും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേ പറ്റൂ. കാരണം എല്ലാ നോർത്ത് ഇന്ത്യൻസും എവിടെ തന്നെ വയ്ക്കും, ഒന്നീ മുംബൈ അല്ലെങ്കിൽ കൊൽക്കത്ത. ഓക്കെ, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, നമുക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വയ്ക്കാം. ഇപ്പോൾ ജനറൽ കാറ്റഗറിക്ക് 290, 254 വന്നിരിക്കുന്നത് പ്രയാഗ്രാജാണ്, ഉത്തർപ്രദേശ് റീജിയനാണ്. ഉത്തർപ്രദേശ് റീജിയനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രയാഗ്രാജ് വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം ഇത്രയും വാക്കൻസിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവർ 3 പേരുമാണ്.
മുംബൈ, കൊൽക്കത്ത, പ്രയാഗ്രാജ്. കാരണം 389 വാക്കൻസീസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നതെല്ലാം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ റീജിയനിലാണ് ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്നത്. പിന്നെ URന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ പോലും അതിലും ഫസ്റ്റ് നിൽക്കുന്നത് അവർ തന്നെയാണ്. ഓക്കെ, URന്റെ കാറ്റഗറി എടുത്ത് നോക്കണമെങ്കിൽ ഫസ്റ്റ്. പക്ഷേ OBC, SC, ST എന്താണ് വളരെ കുറവാണ് ആ ഒരു പ്രദേശങ്ങളിൽ കിട്ടുന്നത്. അപ്പം നമുക്ക് സേഫായിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ എവിടെ വയ്ക്കുകയുള്ളൂ. നോർമലി വയ്ക്കുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ സൗത്തിൽ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്കന്ദരാബാദിൻ്റെ വാക്കൻസി എത്രയാണ്? ടോട്ടൽ 89 വാക്കൻസിയാണ്. അതേസമയം RRB ട്രിവാൻഡ്രത്തിൻ്റെ വാക്കൻസി 112 വാക്കൻസിയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൗത്താണ് ആകെ ഉള്ളത്. നമ്മുടെ അപ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ പേരും ഇവിടെ തന്നെ ആയിരിക്കും വെക്കുന്നത്. ഒന്നീ സെക്കന്ദരാബാദ്, ഒന്നീ തിരുവനന്തപുരം, ആ ഒരു റീജിയൻ നോക്കി തന്നെ ആയിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലുള്ള എല്ലാവരും വെക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കാറ്റഗറി വൈസുകാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇപ്പം UR കാറ്റഗറിക്ക് 42 ഉണ്ട്, ട്രിവാൻഡ്രത്തും UR കാറ്റഗറിക്ക് 42 ഉണ്ട്. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അതേസമയം ഇവിടെ നോക്കി നോക്ക്, നമ്മുടെ SC ST OBC OBCക്കാർക്കൊക്കെ 17, 25 ഉള്ളൂ. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ എങ്ങനെ കിട്ടും? ആ ഒരു അത്രയും കോമ്പറ്റീഷൻ ലെവൽ അവിടെ കൂടുകയാണ്. അപ്പം എന്താണ് കൃത്യമായിട്ട് നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വാക്കൻസി ഉള്ള ഒരു പ്ലേസിൽ അപ്ലൈ ചെയ്യണോ, അതോ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് അപ്ലൈ ചെയ്യണോ, അതോ നിങ്ങളുടെ കംഫേർട്ട് നോക്കി അപ്ലൈ ചെയ്യണോ എന്നൊരു കാര്യം നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി പിന്നെ വയ്ക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ചെന്നൈ ആണല്ലേ, ചെന്നൈ. പക്ഷെ ചെന്നൈക്ക് എന്താണ് വാക്കൻസി വന്നിരിക്കുന്നത്? 194 വാക്കൻസീസാണ് ചെന്നൈക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ചെന്നൈക്ക് വന്നിട്ടുള്ളത് 194 വാക്കൻസിയാണ്. അതിൽ 99 വാക്കൻസി UR കാറ്റഗറിക്കുണ്ട്. അപ്പോൾ UR കാറ്റഗറിക്ക് അത്യാവശ്യം 99 വാക്കൻസി അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റിയ ഒരു പ്ലേസ് എന്താണ്? ചെന്നൈയാണ് അവിടെ വയ്ക്കാൻ പറ്റുന്നത്. 194 വാക്കൻസിയിൽ ഇപ്പം OBCക്കാരാണ് വയ്ക്കുന്നതെങ്കിൽ OBCക്കാർക്ക് 31 വാക്കൻസി അവിടെ ഉള്ളൂ. അത് മനസ്സിലാക്കി വെക്കണം. നിങ്ങളുടെ കാറ്റഗറിയും കൂടെ നോക്കി മനസ്സിലാക്കിയിട്ടേ വെക്കാവൂ. അല്ലാതെ 194 വാക്കൻസി ചെന്നൈയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് കൊണ്ട് അപ്ലൈ ചെയ്താൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ OBCയിൽ 31 പേരുടെ കൂടെയാണ് 31 ആ ഒരു സീറ്റിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ഇപ്പം 31 സീറ്റ് ഓവറായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പരിഗണിക്കുന്നത് ജനറലിലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിക്കാരും നിങ്ങൾക്ക് മാർക്കുണ്ട്, പക്ഷേ അവിടെ സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ജനറലുകാരുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്താണ്, റിസ്ക് തന്നെയാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒന്നീ ചെന്നൈ അല്ലെങ്കിൽ ബംഗളൂരിന് കണ്ടോ 60 വാക്കൻസിയേ ഉള്ളൂ. 60 വാക്കൻസി. OBCക്കാണെങ്കിൽ 16, URനാണെങ്കിൽ 25. പൊതുവേ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വാക്കൻസി കുറവാണ്. ഇവിടെ എന്താ അനാലിസിസ് ചെയ്യണമെന്ന് സത്യമായിട്ടും നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത അവസ്ഥയാണ്. RRB ബാംഗ്ലൂരുമാണ് നമ്മുടെ ആദ്യത്തെ ഒരു സോൺ എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് ചെന്നൈയാണ്. ഈ 2 സീറ്റിലും അത്യാവശ്യം വാക്കൻസി കുറവായിട്ടാണ് വന്നത്, 194, 60. ഓക്കെ, പിന്നെ വരുന്നത് ഈ അഹമ്മദാബാദ്. ആരും അഹമ്മദാബാദിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. പക്ഷെ അത്യാവശ്യം എത്ര വാക്കൻസി ഉണ്ട്? 210 വാക്കൻസീസ് ഉണ്ട്. നിങ്ങൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് ഇപ്പം അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലാണ്, ഏകദേശം നമ്മുടെ മുംബൈ കുറച്ച് അങ്ങോട്ട് പോകുന്ന ഒരു റീജിയൻ തന്നെയാണ്. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചൊന്ന് നോൺ വെജൊക്കെ കഴിക്കുക ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലേസാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. നമുക്ക് അവർക്ക് നമ്മുടെ മീറ്റ് ഐറ്റംസിനോട് അവർ കുറച്ച് വെറുപ്പ് കാണിക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ചിലപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് അഹമ്മദാബാദുണ്ട്. കാരണം ഇപ്പം നമുക്ക് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന മുംബൈ പോലെയുള്ള കൊൽക്കത്ത പോലെയുള്ള സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാവരും അവിടെ കൊടുക്കും. നമുക്കൊരു ഇടത്തരം നിൽക്കുന്ന സാധനങ്ങൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇടത്തരം നോക്കുകയാണെങ്കിൽ 210 എവിടെ ഉണ്ട്? നമ്മുടെ അഹമ്മദാബാദ് ഉണ്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ 152 ബിലാസ്പൂറാണ്. 152 ബിലാസ്പൂർ ഞാൻ പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് കാട് ഏരിയ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ട്രെയിനിലൊക്കെ ഇപ്പം ക്ലറിക്കൽ പോസ്റ്റൊക്കെ വളരെ കുഴപ്പമില്ല, എന്നാലും നമുക്കതെന്താണ് ഒന്ന് റിസ്ക് എന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഫുഡ് ചിലപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ റിസ്ക് എടുക്കാം, ബോയ്സ് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇടത്തരം നിൽക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഇടത്തരം നിൽക്കുന്ന അഹമ്മദാബാദ്, ഈ ബിലാസ്പൂർ, കാരണം 100 മേളിൽ വാക്കൻസി ഉള്ളിടത്ത് നമ്മൾ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ ബംഗളൂരു വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾ
ബാംഗ്ലൂർ വയ്ക്കാം, നിങ്ങൾക്ക് വയ്ക്കാം. കാരണം ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. 80ന് മുകളിൽ മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോളൂ സദേൺ ഏരിയ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ അഹമ്മദാബാദ്, ബിലാസ്പൂർ, വേറൊരു സംസ്ഥാനത്തേക്ക് എനിക്ക് പറഞ്ഞു വിടാൻ തീരെ താല്പര്യമില്ല. പക്ഷേ ഈ ഗുവാഹട്ടിയും പറയാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആസാം റീജിയനാണ്. ആസാമീസൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് അവസ്ഥകൾ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നേ ഇല്ല. നിങ്ങൾക്ക് പറയാൻ പറ്റും ഗോരഖ്പൂർ എന്താണ്, ഉത്തർപ്രദേശ് റീജിയനാണ്. ഗോരഖ്പൂറും ഉത്തർപ്രദേശ്, ജമ്മു ശ്രീനഗർ ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ എന്താണ്, നമുക്ക് അത്യാവശ്യം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് നിൽക്കുന്ന ഇത്ര പ്ലേസസേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, RRB അഹമ്മദാബാദ്, RRB ബംഗളൂരു, RRB ബിലാസ്പൂർ, RRB ചെന്നൈ. ഇതിൽ നിങ്ങൾ ഇത്രയും സെൻറ്റർ, നമുക്ക് എപ്പോഴും സദേൺ ആണ് ഞാൻ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്ത് പറയുന്നത്. പക്ഷേ ആണുങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ജോലി അത്ര അത്യാവശ്യമാണെന്ന്, ഫീമെയിൽസിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക്. ബട്ട് നിങ്ങളിപ്പോൾ അത്യാവശ്യമാണ്, നിങ്ങൾക്ക് മെയിൽ കാറ്റഗറിക്ക് ഒരു ജോലിയാണ് അത്യാവശ്യമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹമ്മദാബാദോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ നമ്മുടെ ബിലാസ്പൂറോ അല്ലെങ്കിൽ ഇപ്പോൾ ചെന്നൈ തന്നെ വെച്ചാലും കുഴപ്പമില്ല. ചെന്നൈ എല്ലാവർക്കും വെക്കാവുന്നതാണ്, ചെന്നൈ വെച്ചാലും കുഴപ്പമില്ല. ഗുവാഹട്ടിയൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം ആസാമീസ് റീജിയനാണ്, അതൊക്കെ നമുക്ക് കുറച്ച് റിസ്ക് ആണ്. ജമ്മു ഒക്കെ റിസ്ക് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം നിങ്ങൾ അങ്ങനെ വൈസായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പം മുംബൈയിൽ വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓക്കെ, പക്ഷേ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം ഏറ്റവും ടോപ്പിൽ അത് നിൽക്കുന്നതുകൊണ്ട്. കൊൽക്കത്തയിലും നല്ല കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. പ്രയാഗ്രാജും ഉത്തർപ്രദേശുകാരെല്ലാവരും അവിടെ വയ്ക്കും. ഉത്തർപ്രദേശ്, ജമ്മു ആ ഒരു റീജിയൻകാരെല്ലാം അവിടെ തന്നെ വയ്ക്കും. അപ്പോൾ അവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒന്നീ തിരുവനന്തപുരത്ത് കൊടുക്കുക, സിക്കന്ദരാബാദ് കൊടുക്കുക, നേരത്തെ പറഞ്ഞ സ്ഥലത്ത് കൊടുക്കുക. ഇതൊന്നും നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. മാൾഡയിലാണ് ഏറ്റവും വാക്കൻസി കുറവ്, 12 വാക്കൻസി ഉള്ളൂ. അവിടെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മുസാഫർപൂർ എന്നാണ് 68 വാക്കൻസി ഉണ്ട്. നമുക്ക് ദൂരെയാണ്, നമുക്ക് അതൊന്നും വേണ്ട. പാട്നയിലും വാക്കൻസി കുറവാണ്, റാഞ്ചി ഒന്നും വേണ്ട. ഇത് ഇത്രയും തന്നെയാണ് നമുക്ക് സേഫായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം അതിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുമ്പോൾ സദേൺ റീജിയൻ തന്നെയാണ് എടുത്ത് പറയുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തിൽ നമുക്ക് അത്യാവശ്യം 112 വാക്കൻസി ഉണ്ട്. റിസ്ക് എടുക്കുക, നല്ല മാർക്ക് മേടിക്കുക, അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. റിസ്ക് എടുക്കുക, നല്ല മാർക്ക് മേടിക്കുക. പറ്റാത്തവർ വേണം അഹമ്മദാബാദിലും അങ്ങനത്തെ കുറച്ച് പ്ലേസസിൽ നിങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ സോണ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ്. നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസിൽ നിങ്ങൾക്ക് വാക്കൻസി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം അത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയായിരിക്കും? മുംബൈയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മുംബൈയിൽ അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, കാരണം നിങ്ങൾ നന്നായിട്ട് പഠിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വാക്കൻസീസ് വിളിച്ചിരിക്കുന്ന അവിടെയാണ്. അതായത് നിങ്ങൾക്കറിയാം 699 വാക്കൻസി ആയിരുന്നു മുംബൈക്ക് വിളിച്ചിട്ടുള്ളത്. അതിലും നമ്മുടെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് എത്ര വാക്കൻസി അവിടെ ഉണ്ട്? 497 വാക്കൻസി ഉണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പോസ്റ്റ് വൈസ് ഉള്ള പ്രിഫറൻസ് നോക്കുമ്പോൾ 497 വാക്കൻസി മുംബൈയിലാണ് വിളിച്ചത്. അതും UR കാറ്റഗറിക്ക് നല്ല വാക്കൻസി വിളിച്ചത് മുംബൈയിലാണ്. അപ്പം UR കാറ്റഗറിക്കാർക്ക് കുറച്ച് റിസ്ക് എടുക്കാം, അല്ലെങ്കിൽ അവർ നല്ല പഠിക്കും എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ മുംബൈയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് പക്ഷേ അവിടെ എന്തില്ല, വേറെ ഒന്നിനും വലിയ ചാൻസ് ഇല്ല. നിങ്ങൾ കണ്ടോ, CCT നമ്മുടെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് മാത്രമേ എന്തുള്ളൂ മുംബൈയിൽ കൂടുതൽ സീറ്റുള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ ജൂനിയർ ക്ലറിക് കം ടൈപ്പിസ്റ്റ് ആണ് 147. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് പോസ്റ്റാണോ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് അതിൻ്റെ വാക്കൻസിയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. ചുമ്മാ നമുക്ക് ചാടിക്കയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇത്രയും ഇതാണ് അത്യാവശ്യം വാക്കൻസീസ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് ചെന്നൈ ആയിരിക്കും. ചെന്നൈയിൽ വന്ന നമ്മുടെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞത് 39 വാക്കൻസിയെ വിളിച്ചിട്ടുള്ളൂ, ചീഫ് കൊമേഴ്ഷ്യൽ, നമ്മുടെ കൊമേഴ്ഷ്യലിന്. അതേസമയം ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ ധൈര്യമായിട്ട് വയ്ക്കാം. അതായത് കാരണം നമുക്ക് അവിടെ 126 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെന്നൈ അപ്ലൈ ചെയ്യാം. അതേസമയം ട്രെയിൻസ് ക്ലർക്കാണ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തെങ്കിൽ അവിടെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണോ നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് ആ ഒരു പോസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് വേണം നിങ്ങളുടെ എന്ത് കൊടുക്കാനായിട്ട്, നിങ്ങളുടെ സ്ഥലവും കൊടുക്കാൻ.
മനസ്സിലാവുന്നുണ്ടോ? ചെന്നൈയിൽ ഇപ്പോൾ നിങ്ങൾ ട്രെയിൻസ് ക്ലർക്ക് ഫസ്റ്റ് പോസ്റ്റ് കൊടുത്തിട്ട് ചെന്നൈയിൽ കൊണ്ട് അപ്ലൈ ചെയ്ത വല്ല കാര്യമുണ്ടോ? ഇല്ല. ഒരു വാക്കൻസി നിങ്ങൾക്ക് അവിടെ എന്തിനുള്ളൂ? ട്രെയിൻസ് ക്ലർക്കിനേ ഉള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ നോക്കുകയാണ്, സെക്കന്ദരാബാദാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്ന് വിചാരിച്ചോ. സെക്കന്ദരാബാദിൽ ട്രെയിൻസ് ക്ലർക്കിന് ഒരു വാക്കൻസി പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ട്രെയിൻസ് ക്ലർക്കാണെങ്കിൽ സെക്കന്ദരാബാദ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് കൊടുക്കണം? സെക്കന്ദരാബാദാണ് കൊടുത്തെങ്കിൽ അതിൽ ഏറ്റവും വാക്കൻസി ഉള്ളത് അക്കൗണ്ട് ടൈപ്പിസ്റ്റിനാണ്. അപ്പോൾ ടൈപ്പിസ്റ്റ് വേണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കാൻ. ആ ഒരു പ്രയോറിറ്റിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ട്രിവാൻഡ്രമാണ് നിങ്ങൾ എടുത്തത്. ട്രിവാൻഡ്രത്തിൽ എന്തുണ്ട്? നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് വാക്കൻസി ഉണ്ട്, 102 വാക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ട്രിവാൻഡ്രത്ത് ഇപ്പം എല്ലാവരും മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ചിലപ്പോൾ എന്താണ് കുറച്ച് കോമ്പറ്റീഷൻ റെഡി ആയിരുന്നവർക്ക് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാരണം സ്വന്തം നാട്ടിലും നിൽക്കാം, വീട്ടുകാരെയും കാണാം, എല്ലാ രീതിയിലും നമ്മൾ കംഫർട്ടബിളും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രിവാൻഡ്രം വയ്ക്കാം. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ കൊൽക്കത്ത വയ്ക്കുന്നെങ്കിൽ, കൊൽക്കത്തയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അല്ലേ, 2ാം സ്ഥാനത്ത് 482 വാക്കൻസി ആയിട്ട് നിൽക്കുന്നത്. അവിടെയാണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് ഏറ്റവും വലിയ പോസ്റ്റിംഗ് കൊടുത്തിരിക്കുന്നത്. 187 പോസ്റ്റിംഗ് കൊൽക്കത്തയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊൽക്കത്ത വയ്ക്കാൻ നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോവാം. ഫുഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാണ്ട് പോസ്റ്റിങ്ങിനൊന്നും കുഴപ്പമില്ല. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ട്രെയിനുമായിട്ട് വലിയ ലിങ്കേജ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഒരു എന്താണ് മറ്റേ റൂമിലിരുന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതി, ടൈപ്പിസ്റ്റ് ജോലി ചെയ്താൽ മതി. അപ്പോൾ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റുകാർ നന്നായിട്ട് പഠിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കൊൽക്കത്തയുടെ വാക്കൻസി നോക്കിയിട്ട് കൊടുക്കാം. ഇനി അക്കൗണ്ട് ടൈപ്പിസ്റ്റിനായാലും വാക്കൻസി എവിടെയാണ് കൂടുതൽ? കൊൽക്കത്തയിലാണ് കൂടുതൽ. അത് കഴിഞ്ഞ് നമ്മുടെ ടിക്കറ്റ് ക്ലർക്കിനാണെങ്കിൽ 118 വാക്കൻസി ഉണ്ട്. അതും എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടെയാണോ നിങ്ങൾ വയ്ക്കുന്നത് അതിൻ്റെ കാര്യവും കൂടെ മനസ്സിലാക്കി മാത്രമേ വെക്കാവൂ. ഇപ്പം നമ്മൾ വയ്ക്കുന്നത് ട്രിവാൻഡ്രം, കൊൽക്കത്ത, ചെന്നൈ, സിക്കന്ദരാബാദ് ആണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ വാക്കൻസി എന്ന് വെച്ചാൽ ഓരോ പോസ്റ്റിനും കൊടുത്തിരിക്കുന്ന വാക്കൻസിയും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ ആണോ? അത് ആ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ബാംഗ്ലൂർ കണ്ടോ, ആകെ അക്കൗണ്ട് ടൈപ്പിസ്റ്റിന് 5 വാക്കൻസിയേ ഉള്ളൂ. ആ 5 വാക്കൻസിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ നിൽക്കല്ലേ. ബാംഗ്ലൂരൊക്കെ വയ്ക്കുന്നവർ എന്തിന് മാത്രമായിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത്? നമ്മുടെ ട്രെയിൻ ക്ലർക്കിന് വേണം കൊടുക്കാൻ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ്സ്. എന്തായിരുന്നു? CCTCക്ക് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ടിക്കറ്റ് ക്ലർക്കിന് വേണ്ടി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചും കൂടെ മാറി ചിന്തിക്കുകയാണ്. നോർത്ത് ഇന്ത്യ മതി, 5 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലെത്താം, അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ നിൽക്കണമെന്ന് വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പം കംപ്ലീറ്റ്ലി നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയും വാക്കൻസി കുറവായതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഇപ്പോൾ ബിലാസ്പൂർ എന്ന് പറയുന്നത് നമ്മുടെ ഛത്തീസ്ഗഡ് ഏരിയയിലാണ് വരുന്നത്, കാട് ഏരിയ ആണ്, മനസ്സിലാക്കിക്കോളുക. അവിടെ ട്രെയിൻസ് ക്ലർക്കിന് വേക്കൻസി ഇല്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇഷ്ടം. ഇപ്പോൾ ഗേൾസൊക്കെ ഇഷ്ടപ്പെടുന്നത് ഇതായിരിക്കും, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ഓക്കെ, ആ പോസ്റ്റിനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 115 വാക്കൻസി അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഉള്ളടുത്ത് നിങ്ങൾക്ക് കൊടുക്കുന്നതിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവിടെ തന്നെ കൊടുക്കുക. അല്ലാത്തവരാണെങ്കിൽ ഇവിടെ നിൽക്കുക. ഇപ്പോൾ അഹമ്മദാബാദിൽ കണ്ടോ 155 വാക്കൻസി അതിനുണ്ട്. അപ്പോൾ അവിടെ വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഗുജറാത്തിൽ പോയി കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പീസ്ഫുള്ളൊക്കെ തന്നെയാണ്, ഭയങ്കര വൃത്തി അങ്ങനത്തെ കാര്യമൊക്കെ ഓക്കെയാണ്. ഫുഡിൻ്റെ കാര്യം മാത്രമായിരിക്കും നമുക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ, കൊൽക്കത്തയിലായാൽ പോലും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് എത്രയുണ്ട്? 187 വാക്കൻസീസ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാധനമാണ്. ഇനി ചണ്ഡീഗഡ് ഒന്നും വയ്ക്കാതിരിക്കുക, പഞ്ചാബ് ഏരിയ ആണ്, അതൊന്നും വേണ്ട. അത് മാക്സിമം വയ്ക്കണ്ട, അതൊന്നും വേണ്ട. നിങ്ങൾ അതിലൊന്നും വാക്കൻസി നിങ്ങൾക്ക് അത്രയും ഞാൻ പറയുന്നുണ്ടല്ലോ, ഇത് ഒരുപാട് തവണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയാണ്, റിസ്ക് ആണ് മറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഒരു ഇത് ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എപ്പോഴും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് വേണം ചിന്തിക്കാൻ. ഇത്രയും വാക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണ്, അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തിരിച്ചു വരാം എന്നൊക്കെ ചിന്തിച്ചാണ് പോകണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. അവിടെ കുറച്ച് നാൾ നിന്ന് നമ്മൾ
വരുന്ന കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെതായ വാസ്തവം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടുത്തെ സാഹചര്യം കൃത്യമായിട്ട് പൊരുത്തപ്പെടുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഏരിയാസ് വയ്ക്കാവൂ. അത് ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ്. ചണ്ഡീഗഡൊക്കെ വാക്കൻസി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് വച്ചതാണ്. 125 വാക്കൻസി അവിടെ ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റിന് കൊടുത്തുകൊണ്ട് വച്ചതാണ്. പക്ഷേ അവിടെ പോയൊക്കെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യുക, ഭയങ്കര കുറച്ച് റിസ്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പ്രയാഗ്രാജ് ഉത്തർപ്രദേശാണ്. അവിടെ നമുക്ക് കണ്ടോ 328 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉത്തർപ്രദേശിലൊക്കെ പോയി ആ ഒരു ക്ലൈമറ്റുമായിട്ട് ഒത്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വയ്ക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഗോരഖ്പൂർ എന്ന് പറയുന്നതും ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശ് റീജിയനാണ് ഗോരഖ്പൂർ. അവിടെ 107 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഈ ഒരു കാണുന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി. അപ്പോൾ ഇതൊക്കെ കുറച്ചൊന്നും നമുക്ക് എന്താണ് ഡിസഡ്വാൻറ്റേജ് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് അവിടെ എന്തുണ്ട്, വാക്കൻസിയുടെ കാര്യത്തിൽ കുറച്ച് അഡ്വാൻറ്റേജ് വന്നതുകൊണ്ട് എടുത്ത് കാണിച്ചതാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക, ഇതിലേത് കൊടുക്കണോ, ഇതിൽ കൊടുത്തിട്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണോ, അതോ ഇതിലേതെങ്കിലും കൊടുത്ത് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് മുന്നേറും എന്നുള്ളൊരു ചിന്തയാണോ നിങ്ങളുടെ മൈൻഡിലെന്ന് നോക്കുക. എന്തായാലും NTPC ഇത്തവണ കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ചുമ്മാ ഇരുന്ന ഉറപ്പായിട്ടും കിട്ടത്തില്ല. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താലേ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് കിട്ടാൻ നിങ്ങൾക്ക് യോഗ്യരാവുകയുള്ളൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് പേജിൽ കിടക്കുന്ന ഇത്രയാണ് നമുക്കൊന്ന് പിന്നെ എന്ത് പറയാനായിട്ട്, നമ്മൾ റിസ്ക് എടുക്കാൻ കുറച്ചൊന്ന് ഓക്കെയാണ്, നമ്മൾ പഠിക്കാൻ തയ്യാറാണെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് പേജിൽ കിടക്കുന്ന ഈ ഇത്രയും നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങൾ ഏതാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ആ സെൻറ്ററിൽ ആ ഒരു സോണിലേക്ക് വേണം കൊടുക്കാൻ. നിങ്ങൾ പഠിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, 100ൽ 80ന് മുകളിൽ നിങ്ങൾക്ക് മേടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ല ഞാൻ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അല്ല എന്ന് വെച്ചാൽ എനിക്ക് പുറത്തൊക്കെ പോയി നിൽക്കാൻ ഓക്കെയാണ്, ഞാൻ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അവിടുത്തെ എന്തായാലും ലൈഫല്ലേ മുന്നോട്ട് പോകണമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത്രയും ഏരിയാസിൽ, കൊൽക്കട്ടയില്ല, ഇത്രയും ഏരിയാസിൽ, ചണ്ഡീഗഡ് വരെയുള്ള ഏരിയാസിൽ റിസ്ക് എടുത്ത് പോകാനായിട്ട് തയ്യാറാണ്. പക്ഷെ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മുംബൈയിലും ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും, ചണ്ഡീഗഡ് ഇങ്ങനത്തെയൊക്കെ ഏരിയാസിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം അവരെന്ത് ചെയ്യും, ഉറപ്പായിട്ടും ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെ, കൊൽക്കത്തയിലായാലും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കട്ട് ഓഫ് അതിനനുസരിച്ച് കൂടും. അതിനേക്കാളും നല്ലത് നമുക്ക് എന്താണ്, ട്രിവാൻഡ്രത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ഥലമാണ്, നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറുമാണ്, നമ്മൾ പഠിക്കാൻ തയ്യാറുമാണെങ്കിൽ അവിടെ വെച്ചാലും നിങ്ങൾ ഓക്കെ ആയിട്ട് പോകും. അപ്പം ഇത് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഇത് ബാക്കി എല്ലാം ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ആവണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായിട്ട് അനലൈസിങ് നന്നായിട്ട് നടത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. NTPCയുടെ കോഴ്സ് എടുത്ത് പഠിക്കുക. അപ്പോൾ നമ്മളല്ല അല്ലെങ്കിൽ ബാക്കിയാണ്, നിങ്ങൾക്ക് എവിടെയാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ആ കോഴ്സുകൾ എടുത്ത് പഠിക്കുക. ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ യൂട്യൂബിലെ ക്ലാസ്സസ് കണ്ടോ ബുക്ക് വാങ്ങിച്ചോ എങ്ങനെ വേണോ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ കൃത്യമായ ഒരു രീതിയിൽ ഒരു 6 months ടൈം നിങ്ങൾക്ക് മുന്നിൽ കാണും. ആ ടൈം കൊണ്ട് നല്ലൊരു മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ 3000 എന്ന് പറയുന്ന വാക്കൻസിയൊക്കെ ഒന്നും അല്ല എന്ന് ഫീൽ ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങളെ പറ്റുന്ന രീതിയിൽ നല്ല രീതിക്ക് പഠിക്കുക. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. NTPCയുടെ ഓൺലൈൻ കോഴ്സ് ദിശയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് അറിയുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ദിശയിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കണം എന്നുള്ളൊരു തോട്ട് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ട് മാത്രം നല്ലപോലെ ഈ ഒരു സോണിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായ അനാലിസിസ് നടത്തി നിങ്ങളുടെ OBC കാറ്റഗറി ആണോ SC കാറ്റഗറി ആണോ എന്തെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒരു RRB സോണിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ RRB സോണിലെ വാക്കൻസി പോലെ ഇരിക്കും നമ്മുടെ ജോലി കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നല്ല ഡിറ്റർമിൻഡ് ആയിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് മാത്രം തീരുമാനം എടുക്കുക. ചാടിക്കേറി അപ്ലൈ ചെയ്യരുത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.